ശിവാലയ ഓട്ടം എന്നുള്ള ഒരു ചിന്ത പല പ്രദേശങ്ങളിലും ഇത്ര ശിവക്ഷേത്രം ദർശിക്കണം എന്നുള്ള ഒരു ചിന്ത ഇന്ന് നിലവിലുണ്ട്. ശിവാലയ ഓട്ടം പ്രസിദ്ധമാണ്. ഈ കാറും ബസ്സും ഒന്നുമില്ലാത്ത കാലത്ത് ഒന്ന് ചിന്തിക്കുക, ഈ ശിവാലയ ഓട്ടം അന്നും ഉണ്ടായിരുന്നു. അവിടുത്തെ മെസ്സേജ് എന്താണ്? ശിവൻ്റെ ആലയത്തിൽ ഓടിച്ചെല്ലുക, എത്രയും പെട്ടെന്ന് ശിവനിലേക്ക് നീങ്ങുക. ശിവം മംഗളം. ശിവൻ ആരെയാണ് നോക്കുന്നത്? നന്ദി ഭഗവാന്. ധർമ്മോഹി ഭഗവാൻ വൃഷഹ എന്നുള്ളതാണ്. ധർമ്മത്തെയാണ് ശിവൻ നോക്കുന്നത്. അപ്പോൾ ശിവൻ നമ്മളെ കാണണമെങ്കിൽ ശിവന് ധർമ്മത്തെ മാത്രമേ നോക്കാൻ അറിയുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ധർമ്മം ചെയ്യുന്നവനെ ശിവൻ രക്ഷിക്കും എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ധർമ്മം ചെയ്തുകൊണ്ട്, ധർമ്മബോധം വളർത്തിക്കൊണ്ട് വിവേകശാലിയായ ഒരു മനുഷ്യൻ ശിവനിലേക്ക് നീങ്ങുകയാണ്, അടുക്കുകയാണ്. ശിവാലയ ഓട്ടം. അങ്ങനെ ശിവൻ്റെ ആലയത്തിലേക്ക് ഓടുകയാണ്, ഓടിപ്പോവുകയാണ്. ശിവരാത്രി അന്ന് ദിവസം മുഴുവനും അവിടെ ഇരുന്ന് ഭജനമിരിക്കുവാനായി നാമമന്ത്രങ്ങളോടുകൂടി അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും അങ്ങനെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ല ചിന്തയോടുകൂടി ഒരു ദിവസം മുഴുവനും അഹോരാത്രം പൂർണ്ണമായിട്ട് അങ്ങനെ ആ ഒരു ശിവാലയ ഓട്ടം എന്ന് കേട്ട് ശിവാലയം ഓട്ടം പിന്നെ ബസ്സും കാറും വണ്ടിയൊക്കെ വന്നു. എന്നാൽ പിന്നെ ഒരു 12 ക്ഷേത്രങ്ങളായിക്കോട്ടെ, ഇത്രയും ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെ ശിവാലയ ഓട്ടം എന്ന് ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുന്നു. അങ്ങനെ ശിവാലയ ഓട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഓടി ചെന്ന് പെട്ടെന്ന് ദർശനം കഴിച്ചിട്ട് മടങ്ങുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നാം ചിന്തിക്കുന്നു, നല്ലവണ്ണം ദർശനം കഴിഞ്ഞു, ശിവൻ നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത്. ഒന്ന് ചിന്തിക്കുക, മനുഷ്യന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത്. ഈ ഓടി ചെന്ന് ഓരോ ക്ഷേത്രത്തിലും ചെന്ന് ഒരു പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പുറത്ത് വരുന്നതിൽ കാര്യമുണ്ടോ എന്ന് ഏവരും ചിന്തിക്കുക. അവരവരുടെ മനസ്സാണ്. ഒന്നും ചെയ്യാത്ത വ്യക്തിക്ക് അങ്ങനെയെങ്കിലും ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള നന്മയും ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും അതേ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. ഓരോരുത്തരുടെ മനസ്സിൻ്റെ തലം വേറെയാണ്. അതുകൊണ്ട് ആ രീതിക്ക് ഇത് എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ശിവാലയ ഓട്ടം എന്നുള്ളത് ഓടി ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഓടണം എന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ മീനിങ് അങ്ങനെ എടുക്കുക. ശിവൻ്റെ അടുത്ത് ചെന്നിരുന്ന്, ശിവാലയ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് കുറേ സമയം നാമമന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്കിതിനെ ഘടിപ്പിക്കാം എന്നുള്ളതാണ്. ശിവൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമഃശിവായ ആ അന്തരീക്ഷത്തിൽ മനസ്സ് ലയിച്ച് ശിവൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമഃശിവായ 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 ജപിക്കുക. ഇവിടെ ഇനി പ്രണവം ചേർക്കണോ ഹ്രീം ചേർക്കണോ എന്നിങ്ങനെ ഒന്നും അധികം ചിന്തിച്ച് നാം നമ്മുടെ മനസ്സിനെ തന്നെ കുഴപ്പിക്കേണ്ട കാര്യമില്ല. നമഃശിവായ നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു പോരുക. ഒരുപാട് പേർക്ക് ഉപദേശമുണ്ടെങ്കിൽ ശക്തി പഞ്ചാക്ഷരി ജപിക്കാം. ഇങ്ങനെ ഒരുപാട് രീതിക്കുണ്ടല്ലോ. അവരവർക്ക് മനസ്സിന് തൃപ്തി നൽകുന്ന രീതിയിൽ ജപിച്ചു പോരാം. ശിവ 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 എന്ന് ജപിച്ചാലും അതിൻ്റെ മഹത്വത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, അനുഗ്രഹത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ള വസ്തുതയും കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം.